ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ട്യൂൺസ് ഓഫ് ലൈഫ്. ട്യൂൺസ് ഓഫ് ലൈഫിലേക്ക് എല്ലാ ഫ്രണ്ട്സിനും സ്നേഹസ്വാഗതം കേട്ടോ. അപ്പം ഇന്ന് ഞാൻ വന്നത്, ഞാൻ 2-3 ഡേയ്സ് മുന്നേ ഒരു മൂവി കാണാൻ പോയിരുന്നു. ആ മൂവിയെക്കുറിച്ചുള്ള എൻ്റെ ഒപ്പീനിയനാണ് ഞാൻ പറയുന്നത്. ഇതൊരു റിവ്യൂവോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും നമുക്ക് എടുക്കാൻ കഴിയില്ല. കാരണം എനിക്ക് എപ്പോഴും ഞാൻ പറയുന്ന പോലെ തന്നെ ഇതിൻ്റെ മൂവീസിൻ്റെയൊക്കെ ടെക്നിക്കൽ സൈഡിനെ കുറിച്ചൊക്കെയുള്ള അറിവ് വളരെ പരിമിതമാണ്. അപ്പോൾ അതിൽ നിന്നുകൊണ്ട് എൻ്റെ ഒരു ഒപ്പീനിയൻ, ഞാൻ മൂവി കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് എന്താണ്, അതാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ നെടുമങ്ങാട് സൂര്യ മൾട്ടിപ്ലെക്സിൽ നിന്നാണ് ഈ മൂവി കാണുന്നത്. ഞാനും മോളും കൂടെയാണ് പോയത്. അപ്പം മൂവിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാവരും പറയുന്നത് പോലെ തന്നെ ഖാലിദ് റഹ്മാൻ്റെ ഒരു പ്രസൻസ് ഈ മൂവിയിൽ നല്ല രീതിയിലുണ്ട് കേട്ടോ. അതായത് ഈ മൂവിയുടെ കഥ ഇനി കാണുന്നവർക്ക് വേണ്ടി ഉള്ളതാണല്ലോ. അപ്പോൾ അത് നമ്മൾ റിവീൽ ചെയ്യാതെ തന്നെ ഞാൻ പറയുകയാണെങ്കിൽ അത്രയേറെ മികവേറിയ ഒരു സിനിമയായിരുന്നു എന്ന് ഞാൻ പറയും. കാരണം ഇതിൻ്റെ ഒരു നാച്ചുറലിസ്റ്റിക് ടച്ച് ഉണ്ടല്ലോ. അതായത് നമുക്ക് പല കാര്യങ്ങളും നമ്മളുമായി റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഈ മൂവിയിൽ കാണിക്കുന്ന ഓരോ രംഗങ്ങളും സീൻ വൈസ് നോക്കിയാലും എല്ലാം നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അതായത് അമാനുഷികമായ ഒന്നും തന്നെ കാണിക്കുന്നില്ല, എല്ലാം നാച്ചുറലിസ്റ്റിക് ആണെന്നുള്ളതാണ് എന്നെ ഏറെ ഈ മൂവിയെ ഇഷ്ടപ്പെടുത്താനുള്ള കാരണം. പിന്നെ വേറൊന്നെന്ന് പറയുമ്പോൾ നമ്മളെ പോലുള്ള അമ്മമാരുണ്ടല്ലോ, ഒരു +2 പഠിക്കുന്ന കുട്ടിയുള്ള ഒരമ്മ, അല്ലെങ്കിൽ ഒരു കോളേജിൽ പഠിക്കാൻ പോകുന്ന കുട്ടികളുള്ള അമ്മമാർക്ക് ഇത് വളരെയധികം റിലേറ്റഡ് ആവാൻ പറ്റും. അപ്പോൾ ഈ മൂവി കണ്ടപ്പോൾ എനിക്ക് തോന്നി, ഇതിൽ നസ്ലിൻ എന്ന് പറയുന്ന ആക്ടർ അഭിനയിച്ചിരിക്കുന്ന ആ ഒരു ആക്ടർ എന്ന് തന്നെ പറയണം. കാരണം അതിപ്പോൾ ചെറുതായാലും വലുതായാലും ആക്ടിങ് ചെയ്യുന്ന ഒരു വ്യക്തിയെ നമ്മൾ ആക്ടർ എന്ന് പറയുമ്പോഴായിരിക്കുമല്ലോ അവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുക അല്ലേ. അപ്പോൾ അത് നസ്ലിനോട് അവൻ്റെ അമ്മ പറയുന്ന ഡയലോഗ്സ് ഒക്കെ ഉണ്ടല്ലോ, അത് നമ്മളുമായി വളരെയധികം, എനിക്ക് എല്ലാവരുടെ കാര്യവും പറയാൻ പറ്റില്ലല്ലോ, ഞാനുമായി വളരെ റിലേറ്റഡ് ആണെന്ന് എനിക്ക് തോന്നി. കാരണം നമുക്ക് നമ്മുടെ മക്കളെ, എൻ്റെ മോനെ ഞാൻ ധാരാളം ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പോകുമ്പോൾ വഴക്ക് പറയാറുണ്ട്. അപ്പോൾ എല്ലാവരോടും നമ്മൾ പറയും പോസിറ്റീവായി സംസാരിക്കണമെന്ന്. പക്ഷേ മക്കൾ ചിലപ്പോഴൊക്കെ ഈ ഇറസ്പോൺസിബിൾ ആവുമ്പോൾ, അല്ലെങ്കിൽ അവർ ചെയ്യുന്ന ചില കാര്യങ്ങളെ നമ്മൾ വിമർശിക്കാറുണ്ട്, ഞാനും വിമർശിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ എനിക്ക് തോന്നി, നമുക്ക് നമ്മുടെ വിമർശനങ്ങളെ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡോട് കൂടി കാണുകയാണെങ്കിൽ നമ്മുടെ സ്ട്രെസ് റിലീവ് ആവും, അവർക്കും അതൊരു പ്രചോദനമാവും, മക്കൾക്കും. ഇൻ കേസ് അവർ പറയാണ്, ഇപ്പോൾ എൻ്റെ മോനും പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എനിക്ക് ജിമ്മിൽ ജോയിൻ ചെയ്യണം. അപ്പം ഞാൻ പറഞ്ഞു കുറച്ചുകൂടെ ഏജ് ആവട്ടെ. ഓക്കെ, അത് ജിമ്മിൻ്റെ കാര്യമാണ് പറയുന്നത്. അതുപോലെ ചില കുട്ടികൾക്ക് സ്പോർട്സിൽ പോകാനായിരിക്കും ഇഷ്ടം, ചിലർക്ക് പിയാനോ അങ്ങനെയൊക്കെയുള്ള മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസിനോടായിരിക്കും താല്പര്യം. അപ്പോൾ നമ്മൾ പറയാം, അല്ല പഠിത്തത്തിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യൂ, ഇതിലൊന്നും പോകേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അവരെ പുറകോട്ട് വലിക്കുമ്പോൾ നമ്മളും സ്ട്രെസ്ഡ് ആവുന്നു, അവരും ആവുന്നു എന്നുള്ളത്. അപ്പോൾ ഞാനുമായി വളരെയധികം റിലേറ്റ് ആവാൻ പറ്റുന്ന, കുറച്ചുകൂടെ പോസിറ്റീവായി നമ്മുടെ മക്കളുടെ മനോഭാവത്തിനെ കാണാൻ ശ്രമിച്ചാൽ കുറേ ടെൻഷൻസൊക്കെ ഒഴിവായി കിട്ടും എന്ന് എനിക്ക് പേഴ്സണലായി ഫീൽ ചെയ്തു ഈ മൂവി കണ്ടപ്പോൾ. പിന്നെ ഇതിൽ ഉടനീളം തമാശകളുണ്ട്. തമാശകളെന്ന് പറയുമ്പോൾ അത്രയ്ക്ക് വൾഗറായിട്ടുള്ള തമാശകളല്ല, നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന പല തമാശകളുമുണ്ട്, പല ലവ് സീക്വൻസസും ഉണ്ട്. അതായത് നമ്മുടെ ഒരു ടീനേജ് പ്രായത്തിൽ നമുക്ക് തോന്നുന്ന ചെറിയ ചെറിയ പ്രണയങ്ങൾ, അവരുടെ മുന്നിൽ നമ്മളൊരു ഹീറോ ആവാൻ ശ്രമിക്കുന്നു, നമുക്ക് മനസ്സിൽ ധൈര്യമില്ലെങ്കിലും നമ്മൾ നല്ല കോൺഫിഡൻ്റ് ആണെന്ന് അവരുടെ മുന്നിൽ കാണിക്കുന്ന ആ സീൻസൊക്കെ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. നമ്മളും നമ്മുടെ ബാല്യത്തിലേക്കൊരു തിരിച്ചുപോക്ക് നടത്തിയതുപോലെ തോന്നി. വീണ്ടും ആ ഒരു പ്രായത്തിലേക്ക് എത്താൻ മനസ്സ് ആഗ്രഹിച്ചു എന്നുള്ളതാണ്. പിന്നെ ഇതിൻ്റെ പുതുമ എന്ന് പറഞ്ഞത്, എന്നെ ആകർഷിച്ച മറ്റൊരു കാര്യം, ഇതിൽ സെലക്ട് ചെയ്തിരിക്കുന്ന സ്പോർട്സ്, അതായത് ബോക്സിംഗ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് മൂവീസിലൊക്കെ ധാരാളം വന്നിട്ടുണ്ടെങ്കിലും നമ്മുടെ ഈ അടുത്ത കാലത്ത് ഒരു പ്രമേയമായി സിനിമയിൽ യൂസ് ചെയ്തതായി ഞാൻ കണ്ടിട്ടില്ല. ഞാൻ കണ്ട മൂവീസിലൊന്നുമില്ല. അപ്പോൾ എനിക്കതിലൊരു പുതുമ ഫീൽ ചെയ്തു ഈ മൂവിയിൽ. അപ്പോൾ അവർ ജസ്റ്റ്, പിന്നെ ഇതിൻ്റെ ഈ ഗ്രേസ് മാർക്കിന് വേണ്ടിയൊക്കെയാണ് നമ്മൾ സ്പോർട്സിൽ ജോയിൻ ചെയ്യുന്നതെന്നുള്ളത് നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ കേട്ടിട്ടുണ്ട്. സ്പോർട്സിൽ ഇപ്പോഴും നമുക്കറിയാം, സ്പോർട്സിൽ വിന്നിങ് ചെയ്യുന്ന വ്യക്തികൾക്ക് ഗ്രേസ് മാർക്കും മറ്റു കാര്യങ്ങളുമൊക്കെ കൂടുതലാണ്, അങ്ങനെ കിട്ടാറുണ്ട് എന്നൊക്കെയുള്ളത് നമുക്കും അറിയാവുന്ന കാര്യമാണ്. അതൊക്കെ ഈ മൂവിയിൽ നല്ല രീതിയിൽ തന്നെ അതിനെ
വിനിയോഗിച്ചിട്ടുണ്ട്. പിന്നെ ബോക്സിംഗ് എന്ന് പറയുന്നത് ഓരോരുത്തരും ഇതൊരു ടീം എഫേർട്ടായിട്ട് എനിക്ക് തോന്നി. എല്ലാവരും അവരുടെ ഫിസിക്കൽ അതായത് ഫിസിക്കലായിട്ടുള്ള അവരുടെ ഒരു അറ്റയർ ഉണ്ടല്ലോ, അതവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് എല്ലാവരും. അപ്പോൾ അതിൻ്റെ പുറകിൽ ഒരു നല്ല ഹാർഡ് വർക്ക് തന്നെ വേണമല്ലോ. എത്രയെങ്കിലും നാൾ മുന്നേ ചെയ്താൽ മാത്രമാണല്ലോ അവർക്കൊരു ഫിസിക്കൽ അറ്റയർ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നത്, ബിൽഡപ്പ് ചെയ്തെടുക്കാൻ കഴിയുന്നത്. അപ്പോൾ ഇതൊരു ടീം വർക്കാണ്. എല്ലാവരും ഒന്നിനൊന്ന് മികച്ച അഭിനയം തന്നെ ഇതിനകത്ത് കാഴ്ചവെച്ചതായി തോന്നി. ഞാൻ ഇതിൻ്റെ പോസിറ്റീവ് സൈഡുകൾ മാത്രമാണ് പറയുന്നത്, കാരണം എനിക്ക് പോസിറ്റീവ് പറയുന്നതാണ് എനിക്കിഷ്ടം. പിന്നെ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും അതിന് നെഗറ്റീവ് സൈഡും ഉണ്ടാവുമല്ലോ. പക്ഷെ എനിക്കൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഞാൻ ഓവറോൾ മൂവി മുഴുവൻ ഒരു ചിരിയോടുകൂടി മാത്രമാണ് കണ്ടിരുന്നത്. അല്പം പോലും ടെൻഷനോ അല്ലെങ്കിൽ സ്ട്രെസ്സോ ഫീൽ ചെയ്തില്ല എന്നുള്ളതാണ്. ഇതിനകത്ത് ആക്ട് ചെയ്യുന്ന ഗേൾസ് അവർ നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. ഓരോ മൂമെൻറ്റ്സും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സ്ട്രൈക്കിംഗ് ആണ്. അത്രയേറെ സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള മൂമെൻറ്റ്സ് ആണ്. ലെഗ് മൂമെൻറ്റ്സ് ആയാലും ഹാൻഡ് മൂമെൻറ്റ്സ് ആയാലും ഒക്കെ. അതുപോലെ ഈ മൂവി കൊടുക്കുന്ന ഒരു സന്ദേശമുണ്ടല്ലോ, അത് വളരെ വലിയ സന്ദേശമാണ്. അതായത് ബോക്സിംഗ് പോലുള്ള ഒരു ഗെയിം നമ്മൾ വെറുതെ ഒരു തമാശയ്ക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നതല്ല. ഈ ഒരു ഗെയിം എന്ന് പറയുന്നത് വളരെയേറെ പേഷ്യൻസ് ആവശ്യമുള്ള ഗെയിമാണ്. അതുപോലെ ധാരാളം എഫേർട്ട്. ഇതൊരു സീരിയസ് ഗെയിമാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മളിതിനെ ഒരു നിസ്സാരമായ ഔട്ട്ലുക്കിൽ കാണേണ്ട ഒരു ഗെയിം അല്ല ബോക്സിംഗ് എന്നുള്ളത് ഈ മൂവി പറയാതെ പറഞ്ഞു വയ്ക്കുകയാണ്. അതുകൂടെ എന്നെ വളരെയധികം ഇമ്പ്രസ് ചെയ്യിപ്പിച്ചു എന്നുള്ളതാണ്. പിന്നെ ഇതിൻ്റെ മ്യൂസിക് എന്ന് പറയുന്നത് ഒരു രക്ഷയില്ലാത്ത അടിപൊളിയായിട്ടുള്ള മ്യൂസിക്കാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അത്രയേറെ നമ്മളെ ആ ഒരു വൈബുമായി തന്നെ കണക്ട് ചെയ്ത് പോകുന്ന മ്യൂസിക്കാണ് ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. ക്യാമറ വളരെ നാച്ചുറലിസ്റ്റിക് ആയിട്ടുള്ള ക്യാമറയാണ്. ക്യാമറ സീക്വൻസ് ഓരോ ക്ലിപ്പിംഗ് വൈസ് നോക്കുകയാണെങ്കിലും വളരെ, അതായത് ബ്യൂട്ടിഫുൾ, ഓസമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അതുപോലെ നാച്ചുറൽ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു ഇതാണല്ലോ. അറ്റ് ദ സെയിം ടൈം ഇതൊരു മൂവിയാണ്, പക്ഷേ എന്നാൽ നാച്ചുറൽ വേയിലാണ് അത് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഓരോ സീക്വൻസും നമുക്ക് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. തിയേറ്റർ മുഴുവൻ ചിരിയായിരുന്നു. എല്ലാവരും നല്ല രീതിയിൽ എൻജോയ് ചെയ്തു. ഓരോരുത്തർക്ക് കൊടുത്ത പാട്ടും വളരെ മനോഹരമായി തന്നെ അവർ പ്ലേ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇതിൽ ആക്ട് ചെയ്ത ഓരോ നടന്മാരും അവരവരുടേതായ റോൾ, ഷൈൻ ടോം ചാക്കോ, അതുപോലെ കോട്ടയം നസീം, ഇങ്ങനെ അഭിനയിച്ച ഒരുപാട് ആൾക്കാർ ഇതിനകത്ത് നല്ല പെർഫോമൻസ് അവരവർക്ക് കൊടുത്തത് നല്ല ഭംഗിയായി തന്നെ ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഒന്നിനൊന്ന് റിലേറ്റ് ചെയ്തുകൊണ്ടാണ് ഈ മൂവി ഉടനീളം പോകുന്നത്. ഫൈറ്റ് സീക്വൻസ് ഒക്കെ അടിപൊളിയായി ചെയ്തിട്ടുണ്ട്. ഫൈറ്റ്സ് ഒക്കെ എന്ന് പറഞ്ഞാൽ വളരെ നാച്ചുറലിസ്റ്റിക് ആയിട്ടുള്ള ഫൈറ്റ്സ് ആണ് ഇതിനകത്ത് കണ്ടത്. ആദ്യം ഫൈറ്റ് ചെയ്യാതെ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ് ഈ മൂവിയിൽ. പിന്നെ ആവശ്യമായ ഘട്ടത്തിൽ നമുക്ക് ചെറുത്തുനിൽപ്പിന് ചെയ്തല്ലേ പറ്റൂ. അപ്പോൾ അതാണ് കാണിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നാച്ചുറൽ വേ ഓഫ് ഫൈറ്റിംഗ്, നാച്ചുറൽ വേ ഓഫ് സിനിമാറ്റോഗ്രഫി, നാച്ചുറൽ വേ ഓഫ് കോറിയോഗ്രഫി, നാച്ചുറൽ വേ ഓഫ് ഡയലോഗ് റെൻഡറിങ്, എല്ലാം അങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ എനിക്ക് തോന്നി. പിന്നെ ഇതിൻ്റെ കുറവുകളൊന്നും പറയാൻ എനിക്കറിയില്ല, കാരണം ഞാൻ എൻജോയ് ചെയ്തു, ഉടനീളം എൻജോയ് ചെയ്തു. പിന്നെ ഫാമിലിയുമായി ധൈര്യമായി പോയിരുന്ന് കാണാം. വയലൻസ് എന്ന് പറയുന്നത് ഇതിനകത്ത് സീറോ വയലൻസ് ആണ്. ആരെയും ഹേർട്ട് ചെയ്യുന്ന തരത്തിലുള്ള യാതൊരു വിധമായ ഡയലോഗ്സും ഇതിനകത്തില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു സവിശേഷതയാണ്. നമ്മുടെ മക്കൾക്കെല്ലാം ഇത് ഇൻസ്പയറിംഗ് ആയിരിക്കും. അതുപോലെ തന്നെ ഈ മൂവിയുടെ എൻഡിൽ നമുക്ക് തോറ്റാൽ മാത്രമേ അടുത്ത് വിജയത്തിലേക്ക് പോകാൻ കഴിയൂ. ഓരോ തോൽവിയും വിജയത്തിലേക്കുള്ള കാൽവയ്പ്പാണ് എന്നുള്ള ഒരു ഗ്രേറ്റ് മെസ്സേജോട് കൂടിയാണ് ഈ മൂവി അവസാനിക്കുന്നത്. അപ്പോൾ അവസാനിക്കുമ്പോൾ അയ്യോ ഇനി കുറച്ചുകൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് തോന്നിപ്പോകുന്ന രീതിയിലുള്ള ഒരു ക്രിയേറ്റീവ് പീസായിരുന്നു ഈ മൂവി എന്ന് പറയുന്നത്. ഹാറ്റ്സ് ഓഫ് ടു ഓൾ ദി ടീം വർക്ക് ഓഫ് ആലപ്പുഴ ജിംഖാന. അപ്പോൾ എല്ലാവർക്കും ആർക്കെങ്കിലും എൻ്റെ ഫ്രണ്ട്സായിട്ടുള്ള ആരെങ്കിലുമൊക്കെ ഈ മൂവി കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. പിന്നെ ഞാൻ എന്തെങ്കിലും തെറ്റ് പറഞ്ഞു എന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്താൽ അതും അറിയിക്കുക. എനിക്ക് മൂവി ഇഷ്ടപ്പെട്ടു. ഇത് എൻ്റെ മാത്രം ഒപ്പീനിയനാണ്. ഓരോ വ്യക്തികൾക്കും അവരവരുടേതായ പേഴ്സണൽ ഒപ്പീനിയൻസ് ഉണ്ടായിരിക്കും. എനിക്കെന്ന് പറഞ്ഞാൽ എനിക്ക് വയലൻസ് തീരെ ഇഷ്ടമില്ലാത്ത ഒരു വ്യക്തിയാണ്. എനിക്കെപ്പോഴും കുടുംബ ബന്ധങ്ങളുടെ കഥ പറയുന്നത്, കുട്ടികളുമായി റിലേറ്റഡ് ആയിട്ട് മക്കളും അമ്മയും ഒക്കെ തമ്മിലുള്ള റിലേഷൻഷിപ്സിൻ്റെ കഥ പറയുന്നത്, അതൊക്കെയാണ് എനിക്ക് കൂടുതൽ
എന്നെ പിടിച്ചിരുത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതിൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയാമെന്ന് വിചാരിച്ചത്. അപ്പോൾ താങ്ക് യു, ലവ് യു ഓൾ. വീണ്ടും കാണാം.